നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രത്യേകതകൾ നിറഞ്ഞ അപൂർവമായ ഒരു ദിനമാണ്. വ്യാഴാഴ്ചയും അഷ്ടമി തിഥിയും ഒരുമിച്ച് വരുന്ന പുണ്യദിനമാണിന്ന്. ഹരിവിഷ്ണു പ്രീതിക്കും ദേവി പ്രീതിക്കും ഒരുപോലെ ഉത്തമമായ ദിവസം കൂടിയാണിന്ന്. വ്യാഴാഴ്ച ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദിനമാണെങ്കിൽ അഷ്ടമി തിഥി ദുർഗാദേവിയുടെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും അനുഗ്രഹം വർഷിക്കുന്ന വിശേഷ ദിവസമാണ്. ഈ രണ്ട് പുണ്യയോഗങ്ങൾ ഒത്തുവരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും ഐശ്വര്യവും ഒക്കെ കൊണ്ടുവരാൻ സാധിക്കും. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകളും വീടുകളിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. എന്തുകൊണ്ടാണ് ഈ ദിവസത്തിന് ഇത്രയധികം പ്രാധാന്യമെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഹിന്ദു ആചാരപ്രകാരം ഓരോ മാസത്തിലെയും അഷ്ടമി തിഥി ദുർഗാദേവി ആരാധനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ദുഷ്ടശക്തികളെ നിഗ്രഹിച്ച് നന്മയെ പുനഃസ്ഥാപിക്കുന്ന ശക്തി സ്വരൂപിണിയായ ദേവിയുടെ അനുഗ്രഹം നേടാൻ ഈ ദിവസം പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ വിഷ്ണു പ്രീതിക്ക് വ്യാഴാഴ്ച ദിനം ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്ന ദിവസമാണ്. വ്യാഴഗ്രഹത്തിൻ്റെ ദോഷങ്ങൾ മാറുന്നതിനും വിദ്യാവിജയത്തിനും ധനസമൃദ്ധിക്കും വ്യാഴാഴ്ച പ്രാർത്ഥനകൾ വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചത് ഈ അഷ്ടമി തിഥിയിലാണ്. ഗോകുലാഷ്ടമി എന്നാണ് അതിന് പറയുന്നത്. അതിനാൽ അഷ്ടമിയും വ്യാഴാഴ്ചയും ഒത്തുചേരുമ്പോൾ കൃഷ്ണഭജനം നടത്തുന്നതിലൂടെ കുടുംബത്തിൽ സന്തോഷവും ആപത്തുകളിൽ നിന്നുള്ള സംരക്ഷണവും ലഭിക്കും. ഈ രണ്ട് പുണ്യങ്ങൾ ഒന്നിച്ചു ചേരുന്ന ഈ ദിവസത്തിൽ നാം ചെയ്യുന്ന ചെറിയ പ്രാർത്ഥനകൾ പോലും ഇരട്ടി ഫലം നൽകുമെന്നാണ് വിശ്വാസം. ഇന്നേ ദിവസം രാവിലെ മുതൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് ലളിതമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ബ്രഹ്മമുഹൂർത്തത്തിലുള്ള ഉണർവാണ്. എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. അതിരാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ഭഗവാനെ പ്രാർത്ഥിക്കുക. വിളക്ക് വെക്കുന്നവരാണെങ്കിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഇന്നത്തെ ദിവസം നമ്മൾ മഞ്ഞ വസ്ത്രമോ ശുഭ്രവസ്ത്രമോ ധരിക്കുന്നത് വളരെ വിശേഷപ്പെട്ടതാണ്. രാവിലെ പൂജാമുറിയിൽ ശുദ്ധമായ നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിച്ചോ ദീപം തെളിയിക്കുക. ഇനി രാവിലെ വിളക്ക് തെളിയിക്കാൻ സാധിക്കാത്തവർ സന്ധ്യയാകുന്നതിന് മുൻപ് തന്നെ, അതായത് സൂര്യാസ്തമനത്തിന് മുൻപ് തന്നെ പൂജാമുറിയിൽ ശുദ്ധമായ നെയ്യോ നല്ലെണ്ണയോ ഉപയോഗിച്ച് ദീപം തെളിയിക്കേണ്ടതാണ്. വിളക്കിന് മുന്നിൽ ചന്ദനവും തുളസിക്കതിരും ചുവന്നതോ അല്ലെങ്കിൽ മഞ്ഞയോ ആയിട്ടുള്ള പൂക്കളും അർപ്പിക്കാവുന്നതാണ്. ഭഗവാനെ ധ്യാനിച്ച് വിഷ്ണു സഹസ്രനാമമോ അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രമോ ജപിക്കുക. അഷ്ടമി തിഥി ആയതിനാൽ ഓം ദുർഗായൈ നമ എന്ന് ജപിക്കുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് പോലെ തന്നെ വളരെയധികം അനുഗ്രഹം നൽകുന്നതാണ്. ഈ ഒരു ദിവസം നമ്മൾ തുളസിത്തറയിൽ വിളക്ക് വെച്ച് പ്രദക്ഷിണം ചെയ്യുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പാദങ്ങൾ പൂജിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തുളസിത്തറയിൽ വെള്ളമൊഴിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഒട്ടും തന്നെ മറക്കരുത്. വ്രതമായി നോൽക്കുന്നവർക്ക് വ്യാഴാഴ്ച വ്രതമോ അല്ലെങ്കിൽ അഷ്ടമി വ്രതമോ ഒക്കെ നോൽക്കാവുന്നതാണ്. അതിന് തലേ ദിവസം നമ്മൾ നോൺ വെജൊക്കെ ഉപേക്ഷിച്ച് ശുദ്ധിയായിരിക്കണം. അഷ്ടമി തിഥി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാര തിഥി ആയതിനാൽ കൃഷ്ണപൂജയ്ക്കും അതിവിശിഷ്ടമായ പ്രാധാന്യമാണുള്ളത്. ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചത് ചിങ്ങമാസത്തിലെ കറുത്ത പക്ഷത്തിലെ അഷ്ടമി അഥവാ ഗോകുലാഷ്ടമി നാളിലാണ്. അതിനാൽ തന്നെ ഈ മാസത്തിലെ അഷ്ടമി തിഥിയും ഭഗവാന്റെ സാന്നിധ്യത്താൽ വളരെയധികം പവിത്രമാണ്. അഷ്ടമി തിഥിയിൽ കൃഷ്ണപൂജയും പ്രാർത്ഥനകളും നടത്തിയാൽ കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും ആപത്തുകളിൽ നിന്നുള്ള സംരക്ഷണവും ഒക്കെ ലഭിക്കും. അതുപോലെ മാനസികമായിട്ടുള്ള സമാധാനം ഏറ്റവും പ്രധാനമായിട്ടാണ് അത് നമുക്ക് ലഭിക്കുന്നതാണ്. അഷ്ടമി തിഥിയിൽ വീട്ടിൽ ചെയ്യാവുന്ന പ്രധാനപ്പെട്ട കൃഷ്ണപൂജ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഭക്തിയോടും ശുദ്ധിയോടും കൂടി ഭഗവാനെ പ്രാർത്ഥിക്കാം. മുൻപ് പറഞ്ഞതുപോലെ തന്നെ മഞ്ഞയോ വെളുപ്പമോ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് കൃഷ്ണപ്രീതിക്ക് വളരെ ഉത്തമമാണ്. തുളസി പൂജ, അതായത് ഭഗവാന് കൃഷ്ണപൂജയ്ക്ക് തുളസിയിലെ വളരെയധികം നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തുളസി ഇല്ലാതെ ഭഗവാൻ ഒരു നിവേദ്യവും സ്വീകരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പഴമയായിട്ടുള്ള ഒരു സങ്കല്പം. അതുകൊണ്ട് തുളസി മാലയോ മഞ്ഞപ്പൂക്കൾ, തെച്ചിപ്പൂക്കൾ എന്നിവ ഉപയോഗിച്ച് നമുക്ക് ഭഗവാന് പൂജ നടത്താവുന്നതാണ്. പൂജാക്രമം എന്ന് പറയുന്നത് ദീപം തെളിയിക്കുക. അതും ശുദ്ധമായ നെയ്യോ നല്ലെണ്ണ ഉപയോഗിച്ച് ദീപം തെളിയിക്കുക. കൃഷ്ണ ഭഗവാന്റെ വിഗ്രഹത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ചിത്രമാണെങ്കിലും മതി, അതിൽ മഞ്ഞപ്പൂക്കളും തുളസിമാലയൊക്കെ ചാർത്തി അലങ്കരിക്കുക. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട നിവേദ്യമായ വെണ്ണയും കൽക്കണ്ടവും ഒക്കെ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ഭഗവാന്റെ ഏറ്റവും വളരെയധികം ഒരു ഭക്തനാണ് കുചേലൻ. കുചേലൻ്റെ ഭക്തിയെ ഓർമ്മിപ്പിക്കുന്നതിനാൽ നമുക്ക് നിവേദ്യമായിട്ട് അവൽ നനച്ചത് അല്ലെങ്കിൽ അവൽ കൊണ്ടുണ്ടാക്കിയ പായസമൊക്കെ വയ്ക്കാവുന്നതാണ്. പിന്നെ നമ്മൾ സാധാരണയായി വയ്ക്കുന്നത് പോലെ പാലോ പഴമോ ഒക്കെ ഭഗവാന് നിവേദിക്കാവുന്നതാണ്. ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെയധികം വിശേഷമാണ് ഈ ഒരു അഷ്ടമി തിഥിയിൽ.
കഴിയുന്നത്ര ഭഗവാന്റെ മന്ത്രങ്ങൾ 108 തവണയൊക്കെ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. മൂലമന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ളത് 108 തവണ ജപിക്കാം. അതുപോലെ കൃഷ്ണ ഗായത്രി മന്ത്രമായ ഓം ദേവകി നന്ദനായ വിദ്മഹി വാസുദേവായ ധീമഹി എന്നുള്ളതും 108 തവണ ജപിക്കാവുന്നതാണ്. ആ മന്ത്രം പൂർണ്ണമായിട്ടുള്ളത് ഞാൻ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കാം. സന്താന ഗോപാല മന്ത്രം ഭഗവാന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ്. കാരണം നമുക്ക് കൃഷ്ണ ഭഗവാനെ പോലെയുള്ള സന്താന സൗഭാഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രമാണ് സന്താന ഗോപാല മന്ത്രം. അതും ജപിക്കാവുന്നതാണ്. ഇന്നേ ദിവസം വ്രതം ഇരിക്കുന്നവർ പൂർണ്ണമായും വെജിറ്റേറിയൻ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഉള്ളി, വെളുത്തുള്ളി എന്നിവ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. സന്ധ്യാസമയത്തെ പ്രാർത്ഥനയിൽ ദീപം തെളിയിച്ച് ഹരേ കൃഷ്ണ നാമജപവും കീർത്തനങ്ങളും പാടുന്നത് വീടുകളിൽ പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കും. ചുരുക്കത്തിൽ വലിയ ആഡംബരമോ കഠിനമായ ചടങ്ങുകളോ ഒന്നുമില്ലാതെ ഒരല്പം വെണ്ണയും ഏതാനും തുളസിയിലകളും ഒക്കെ അർപ്പിച്ച് കൃഷ്ണ എന്ന് മനസ്സറിഞ്ഞ് വിളിച്ചാൽ ഭഗവാൻ പ്രസന്നനാകും. ഈ അഷ്ടമി തിഥിയിൽ ഭഗവാന്റെ പാദങ്ങളിൽ പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഐശ്വര്യവും ശാന്തിയും പ്രാപിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചുരുക്കത്തിൽ ഈ ഒരു ദിവസം ഭഗവാൻ കൃഷ്ണൻ, ഭഗവാൻ മഹാവിഷ്ണു, ദുർഗാദേവി എന്നിവരെല്ലാം പ്രാർത്ഥിക്കുന്നത് കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും വന്നെത്താനായിട്ട് വളരെയധികം സഹായിക്കും. ഈ ദിവസം ജപിക്കാൻ ലളിതമായ മന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ദുർഗായേ നമ എന്നിങ്ങനെയുള്ളതൊക്കെ. വലിയ പൂജകൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഈ മന്ത്രങ്ങൾ മനസ്സിൽ ഓർക്കുന്നതും ലളിതമായി വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വലിയ ഫലം തരും. എല്ലാവർക്കും ഈ ഒരു വ്യാഴാഴ്ച അല്ലെങ്കിൽ അഷ്ടമി വ്യാഴാഴ്ച പുണ്യദിനത്തിൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും ആശംസിക്കുന്നു. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക. നന്ദി, നമസ്കാരം.